എല്ലാ കൂട്ടുകാർക്കും ഈ മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് മലയാള വ്യാകരണത്തിലെ പ്രകാരം എന്ന വിഭാഗത്തെക്കുറിച്ചാണ്. മലയാള വ്യാകരണത്തിൽ ക്രിയ നടക്കുന്ന വിധത്തെ കുറിക്കുന്നതിന് ധാതുവിൽ ചെയ്യുന്ന രൂപഭേദമാണ് പ്രകാരം. പ്രകാരം എന്നാൽ രീതി എന്നാണ് അർത്ഥം. ധാതു അതിൻ്റെ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന രീതിക്കാണ് മലയാളത്തിൽ പ്രകാരം എന്ന് പറയുന്നത്. പറയുന്ന ആളിൻ്റെ മനോഭാവം പ്രകടമാക്കാൻ പ്രകാരം പ്രയോജനപ്പെടുന്നു. നിർദ്ദേശക പ്രകാരം, നിയോജക പ്രകാരം, വിധായക പ്രകാരം, അനുജ്ഞായക പ്രകാരം എന്നിങ്ങനെ പ്രകാരം 4 വിധമുണ്ട്. നിർദ്ദേശക പ്രകാരം ക്രിയയുടെ കേവല രൂപമാണ് നിർദ്ദേശക പ്രകാരം. വർത്തമാന ഭൂതഭാവി കാലങ്ങൾ ഇതിൽ ഉൾപ്പെടും. ഉദാഹരണം: അറിയുന്നു, അറിഞ്ഞു, അറിയും; കറങ്ങുന്നു, കറങ്ങി, കറങ്ങും. നിയോജക പ്രകാരം നിയോഗം കുറിക്കുന്ന ക്രിയയ്ക്ക് നിയോജക പ്രകാരം എന്ന് പറയുന്നു. ഉദാഹരണം: പോകുവിൻ, കാണുവിൻ, എഴുതുവിൻ തുടങ്ങിയവ. അടുത്തത് വിധായക പ്രകാരം. വിധി, കൃത്യം, ശീലം മുതലായവ സൂചിപ്പിക്കുന്ന ക്രിയയ്ക്ക് വിധായക പ്രകാരം എന്ന് പറയുന്നു. ഉദാഹരണം: പാടണം, എഴുതണം, പഠിക്കണം തുടങ്ങിയവ. അടുത്തതായിട്ട് അനുജ്ഞായക പ്രകാരം. സ്വയം സമ്മതം സൂചിപ്പിക്കുന്ന ക്രിയയ്ക്ക് അനുജ്ഞായക പ്രകാരം എന്ന് പറയുന്നു. ഉദാഹരണത്തിന്: തരാം, പറയാം, ചെയ്യാം തുടങ്ങിയവ. AR രാജരാജവർമ്മ കേരള പാണ്ണിയത്തിൽ ഇപ്രകാരം പ്രകാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിയോജകം നിയോഗത്തിൽ, വിധിമട്ടിൽ വിധായകം, അനുജ്ഞാരൂപമായി കാട്ടും അനുജ്ഞായകമെന്നത്. നിർദ്ദേശകം കുറിക്കുന്നു ധാതു അർത്ഥം പരിശുദ്ധമായി. ഇതിൻ്റെ അർത്ഥം: നിയോഗത്തിൻ്റെ മട്ടിൽ ധാതുവാർത്ഥത്തെ കുറിക്കുന്ന പ്രകാരം നിയോജകം, വിധി എന്ന് പറയുന്ന ശാസനയുടെ മട്ടിലുള്ളത് വിധായകം, അനുജ്ഞ എന്ന് പറയുന്ന സമ്മതത്തിൻ്റെ മട്ടിലുള്ളത് അനുജ്ഞായകം. ഈ വക വിശേഷവിധി ഒന്നും കൂടാതെ ധാതുവാർത്ഥത്തെ തനിയെ കാട്ടുന്നത് നിർദ്ദേശകം. മലയാള വ്യാകരണത്തിലെ പ്രകാരത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. കൂടുതൽ വ്യാകരണ വിശേഷങ്ങൾ അറിയുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.